ومن كل عين لامة. أعوذ بالله من همزات الشياطين وأعوذ بك رب أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل وسلم وبارك وزد على رسولك سيدنا محمد سيد الأولين والآخرين. اللهم صل على سيدنا محمد المبعوث إلى الجن والإنس كافة أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. صدق الله العلي العظيم. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ രഹസ്യം പരസ്യത്തിനിക്ക് വാതിൽ തുറന്നതുപോലെ രഹസ്യത്തിനിക്ക് വാതിൽ തുറന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നല്ല, ഖുർആൻ ആരംഭിച്ചത് തന്നെ രഹസ്യം കൊണ്ടാണ്. അലിഫ് ലാം മീം അതൊരു രഹസ്യമാണ്. അത് വെറും വാക്കെന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്. അലിഫ് ലാം മീം എന്നത് വെറും വാക്ക് എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്. അത് നമുക്ക് അറിയാത്ത അള്ളാഹുവിൻ്റെ രഹസ്യമാണ് അലിഫ് ലാം മീം. അപ്പോൾ പരസ്യം പോലെ രഹസ്യത്തിനും പ്രാധാന്യം കൊടുത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബ് അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുക. ദൃശ്യമായ കാര്യത്തെക്കാളും കൂടുതൽ അദൃശ്യമാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അവൻ്റെ ഖബർ ജീവിതം, നരകം, സ്വർഗം, സിറാത്ത്, മീസാൻ, അല്ലാഹു അടക്കം, പിന്നെ പിൽക്കാലത്ത് സ്വഹാബത്തല്ലാത്തവർ വന്ന നിബിധങ്ങളടക്കം, അതെല്ലാം ഗൈബാണ്. കണ്ണിൽ കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത സംഗതി. അപ്പം അങ്ങനെയുള്ള സംഗതിയാണ്, അങ്ങനെയുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ജിന്ന് എന്ന് പറയുന്ന വിഭാഗം. ഗൈബാണ്. നമ്മുടെ മനുഷ്യ കണ്ണിനിക്കും അദൃശ്യമായ ഒരു രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഒരു വിഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ജിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജിന്നുവർഗത്തോടും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ജിന്നുവർഗത്തോടും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അള്ളാഹുവിലേക്ക് വഴിപ്പെടുകയുള്ളൂ. കാരണം അവരുടെ സൃഷ്ടിപ്പ് എന്നുള്ളത് ദുഷിച്ച രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് അവരുടെ സൃഷ്ടിപ്പ്. അവരുടെ സൃഷ്ടിപ്പ് തന്നെ ദുഷിച്ച രൂപത്തിൽ. ഒരഭിപ്രായ പ്രകാരം ഇബ്ലീസാണ് ജിന്നിൻ്റെ പിതാവ് എന്ന് അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഇബ്ലീസിൻ്റെ മക്കൾക്ക് പിതാവിൻ്റെ സ്വഭാവം ഉണ്ടാവും. ഇബ്ലീസാണ് പിതാവെങ്കിൽ മക്കളായ ജിന്നുകൾക്ക് പിതാവിൻ്റെ അതേ സ്വഭാവം. ആദം അലൈഹിസ്സലാമാണ് മനുഷ്യരുടെ പിതാവ്. അതുകൊണ്ട് മനുഷ്യർക്ക് ആദമീയത്ത്, ആദം അലൈഹിസ്സലാമിൻ്റെ സ്വഭാവം. ഇബ്ലീസാണ് ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം ജാൻ എന്നാണ് ജിന്നുകളുടെ പിതാവിൻ്റെ പേര് ജാൻ. ഇബ്ലീസ് അല്ല, ഇബ്ലീസ് അബുശയാത്തീൻ,
പിശാചുക്കളുടെ പിതാവ് എന്ന് വേണമെങ്കിൽ ഇബ്ലീസിനെ പറയാം. അപ്പോൾ ഇബ്ലീസാണ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസാണ് ജിന്നുകളുടെ പിതാവ് എന്ന അഭിപ്രായ പ്രകാരം ജിന്നുകളിൽ അധിക പേരും ആരാണ്? ദുഷിച്ച വിഭാഗക്കാരാണ് ജിന്നുകളിൽ അധിക പേരും. അതുകൊണ്ട് തന്നെ ഇബ്ലീസിൻ്റെ സൈന്യവും ഇബ്ലീസിൻ്റെ മക്കളും ഒക്കെയുള്ള വിഭാഗം മനുഷ്യനെ എത്രത്തോളം വഴിതെറ്റിക്കാൻ നോക്കുന്നുവോ അത്രത്തോളം വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. 100 ഓട്ടം അവൻ്റെ അടുത്തേക്ക് വന്ന് 100 ഓട്ടം പോയിട്ട് ഒരു വഴിതെറ്റില്ല, ഇനി പോകണ്ട എന്ന് ആരും വിചാരിക്കുകയില്ല. ഇബ്ലീസും സൈന്യവും വിചാരിക്കുകയില്ല. 101-ാമതും ഇബ്ലീസും സൈന്യവും വരും. മോളെ 1000 ഓട്ടം പറഞ്ഞിട്ടോ അവൾ കേട്ടിട്ട് 1000 ഓട്ടം പറഞ്ഞു എന്നിട്ടോളും കേൾക്കുന്നില്ല, ഇനി ഞാൻ പറയാൻ പോകുന്നില്ല പറയില്ല. അങ്ങനത്തെ രീതി ആർക്കില്ല? ഇബ്ലീസിനും സൈന്യത്തിലേക്കും ഇല്ല. 1000 പ്രാവശ്യം നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടും നമ്മൾ വഴി തെറ്റിയിട്ടില്ലെങ്കിൽ പിന്നെയും വരും. 1001-ാമതും ഇബ്ലീസും സൈന്യവും വരും. വഴി തെറ്റിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. ഏതൊക്കെ വഴിയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ പിശാചും അവൻ്റെ സൈന്യവും വഴി പാർത്തിട്ടുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് അങ്ങനെ അള്ളാഹുവിനോട് പറയുന്നു. എല്ലാവരെയും വഴിതെറ്റിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ അടിമകളിൽ നിന്ന് നിനക്ക് കൃത്യമായി ആരാധിക്കുകയും ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള മുഖ്ലിസീങ്ങളായ അടിമയെ ഒഴികെ ബാക്കി എല്ലാവരെയും ഇബ്ലീസിലേക്ക് വഴി പീഡിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അത് അള്ളാഹു കൊടുത്തതാണ്, അള്ളാഹു കൊടുത്ത കഴിവാണ്. അതുമാത്രമല്ല അവനിക്ക് അള്ളാഹു ആയുസ്സും കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ, ഇലാ യൗമി യുബഅസൂൻ, അന്ത്യനാൾ വരെ അവനിക്ക് അള്ളാഹു ആയുസ്സും കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ അവനെ പോലെ തന്നെ അവൻ്റെ കൊട്ടാരക്കോളം പറഞ്ഞു. കൊട്ടാരം വെള്ളത്തിനാണ്. അർശ് ഇബ്ലീസ് അലൽ മാ, വെള്ളത്തിനാണ് ഇബ്ലീസിൻ്റെ സിംഹാസനമുള്ളത്. അതുതന്നെ ബർമുഡ ട്രയാങ്കിൾ ആവാനാണ് സാധ്യത എന്ന് മുസ്ലിം ജില്ല മുസ്തഫ കഞ്ചൂർ പറഞ്ഞതായിട്ടും പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി, ഇബ്ലീസിൻ്റെ സൈന്യം മനുഷ്യരിലേക്ക് പറഞ്ഞേക്കും. ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിക്കുന്നതാര്? അവർ ഇബ്ലീസിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ. ഏറ്റവും കൂടുതൽ വഴിപിഴപ്പിച്ച് വരുന്നവർ ആരാണോ അവരാണ് ഇബ്ലീസിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ. അങ്ങനെ ഇബ്ലീസ് സൈന്യത്തെ പറഞ്ഞു വിടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇബ്ലീസിൻ്റെ സൈന്യത്തിലെ ഏറ്റവും അപകടകാരികളായ 6 വിഭാഗവും പിന്നെ മറ്റു ഒരു 8 വിഭാഗത്തെ കുറിച്ചിട്ടും ആദ്യം നമ്മൾ പറയാം. അത് മുസ്തഫ കഞ്ചൂർ തന്നെ പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. ഇബ്ലീസ് വെള്ളത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. വെള്ളത്തിലായിരിക്കും ഇബ്ലീസിൻ്റെ താവളം. മുസ്തഫ കഞ്ചൂർ പറയുന്നു, 6 വിഭാഗത്തെ നിങ്ങൾ എന്താക്കുക? നന്നായി സൂക്ഷിക്കുക. ഇബ്ലീസിന് കുറേ സൈന്യമുണ്ട്, ആയിരക്കണക്കിന് സൈന്യങ്ങളുണ്ട്. അതിൽ തന്നെ 6 വിഭാഗത്തെ നന്നായി സൂക്ഷിക്കണമെന്ന് മുസ്തഫ കഞ്ചൂർ. 6 വിഭാഗം സൈന്യം നിങ്ങളെ അതിശക്തന്മാരും നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യുന്ന 6 വിഭാഗമാണ് ഇത് എന്ന് മുസ്തഫ കഞ്ചൂർ പറയുന്നുണ്ട്. 6 വിഭാഗത്തിൽ അതിശക്തന്മാരായ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട 6 വിഭാഗം, ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട 6 വിഭാഗം. അവർ തന്നെ ആയിരക്കണക്കിന് സൈന്യങ്ങളിൽ നിന്നും ശക്തന്മാരായ 6 വിഭാഗമാണ് ഇത്. മുസ്തഫ കഞ്ചൂർ പറയുന്നു, സംഭാഷണം വായിക്കാം. പെട്ടെന്ന് മുസ്തഫ പറഞ്ഞു, ഒരു പ്രധാന കാര്യം താങ്കളോട് പറയാം. ഇബ്ലീസിന് പടക്കൂറ്റൻ സാമ്രാജ്യമുണ്ട്. മന്ത്രിമാരും ഭരണകൂടവും വലിയ ഓഫീസുകളും സീനിയർ ഉദ്യോഗസ്ഥരും എല്ലാം ഇബ്ലീസിലേക്ക് ഉണ്ട്.
6 പേരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ 6 പേരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് സബർ എന്ന് പറയുന്ന വിഭാഗം. ഇത് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടവനെ സബർ എന്താകും, സമീപിക്കും. എന്തെങ്കിലും കടത്തിൻ്റെ പ്രയാസമോ അല്ലെങ്കിൽ കുടുംബത്തിലാരെങ്കിലും മരണപ്പെട്ടിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വരും. മക്കളോ ബന്ധുക്കളോ മരണപ്പെട്ടാൽ അടുത്ത് വന്ന് നിരാശയോടെ കൈകൊണ്ട് മുഖത്തടിക്കാനും അള്ളാഹുവിൻ്റെ വിധിക്കതിൽ പ്രതികരിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് അവൻ്റെ ജോലി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനി സബരിർ റജീം വജുന്ദിഹി വഅബ്നാഹിഹി എന്ന് പറയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നെഞ്ചത്തടിക്കുകയും മുഖത്തടിക്കുകയും ആർത്തട്ട് ഹസിക്കുക അതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്, നിഷിദ്ധാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ നെഞ്ചത്തടിക്കുക അതൊക്കെ ജാഹിലിയ കാലത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം. അതേപോലെ നമ്മൾ വിഷമിച്ചു ഇരിക്കുമ്പോൾ വരും, തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താകും, ആ സമയത്ത് പ്രേരിപ്പിക്കും. നമ്മൾ കടത്തിൽ മുങ്ങി പൊട്ടി പാളിസായി നിൽക്കുമ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തും ചെയ്യും. ആ സമയത്ത് ഇവൻ വന്നിട്ട് എന്താകും, പ്രേരിപ്പിക്കും, അത് ചെയ്യുക. ഇതാണ് സബറിൻ്റെ ജോലി. രണ്ടാമത് ദാസിം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുകയും അവർക്കിടയിൽ വിദ്വേഷവും വെറുപ്പുമുണ്ടാക്കി അവരെ ത്വലാഖിൻ്റെ വക്കിൽ വരെ എത്തിക്കുകയും ചെയ്യുകയാണ് ഇവൻ്റെ പണി. പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാകും. സിഹിർ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് സിഹിർ മാരണവിദ്യ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അതിൻ്റെ കിതാബ് സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. പിന്നെ വഫാത്തായി, സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായി 1 വർഷം കഴിഞ്ഞിട്ടാണ് ജിന്നുകൾക്ക് മരിച്ച വിവരം അറിയുന്നത്. പിന്നീട് എന്തായി, കുഴിച്ചെടുത്ത് ഇതെടുത്തിട്ട് അവർ ചെയ്ത പണി, ആദ്യത്തെ പണി ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ ത്വലാഖ് ചെല്ലിപ്പിക്കുക, വേർപിരിപ്പിക്കുക. ഇത് ഇബ്ലീസിനും പിശാചിനും ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണിത്. ചിലപ്പോൾ നമ്മളെ ഇടയിൽ തന്നെ മനുഷ്യരിലും ആരുണ്ട്, പിശാചുണ്ട്. അതുവൻ ശയാത്തീനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ശൈത്താനുണ്ട്, ഇൻസിലും ശൈത്താനുണ്ട്. ആരൊക്കെ ദുർപ്രവർത്തനം നടത്തുന്നവോ, പൈശാചികമായ പ്രവർത്തനം ആരൊക്കെ നടത്തുന്നോ അവരൊക്കെ ആരാണ്, പിശാചാണ്. അപ്പോൾ 2 ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ പോകുമ്പോൾ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെ പോലത്തെ പെണ്ണ് വന്ന് അത് ഇതും പറഞ്ഞു. പിന്നെ ഭർത്താവിൻ്റെ ചൊടിയായി, ഭാര്യയെ കുറിച്ചിട്ട് ആരെങ്കിലും ആണ് ഇവരോട് പറഞ്ഞു, ഭർത്താവിൻ്റെ ചൊടി, ഭാര്യയ്ക്ക് ചൊടി. അങ്ങനെ പരസ്പരം ചൊടി വന്നു. പിന്നെ അത് കൊണ്ട് പരസ്പരം ഇണക്കമില്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പിണങ്ങി നിൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കളവ് പോലും പറയാം. കളവ് പറയൽ ജായിസായ സ്ഥലം 3 അതിലൊന്നാണ് ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കുമ്പോൾ കളവ് പറഞ്ഞിട്ടെങ്കിലും എന്താക്കണം, ഇവരെ ശരിപ്പെടുത്തണം. ഇല്ലെങ്കിൽ അവിടെ ശൈത്താൻ കയറിക്കൂടി ഇവരെ ത്വലാഖിലേക്ക് എത്തിക്കും. കളവ് പറയൽ ഹലാലായ ജായിസായ സ്ഥലമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്താക്കുക, കളവ് പറയാം. കളവ് പറയൽ ജായിസാണ്, കുറ്റമില്ല. ഹറാമായ ഒരു സംഗതിയാണ് കളവ് പറയുക. അത് അള്ളാഹു എന്താക്കി, ഹലാലാക്കി തന്നു. എപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കുന്നുണ്ട് എങ്കിൽ 3ാമത്തെ ഒരുത്തൻ എന്താക്കുക, അവിടെ പോയിട്ട് കളവ് പറഞ്ഞിട്ടെങ്കിലും അവരെന്താക്കണം, ശരിപ്പെടുത്തണം. ഇല്ലെങ്കിൽ പിശാച് എന്താക്കണം, അവരെ ത്വലാഖിലേക്ക് എത്തിച്ചു തരും. അത് ദാസിം എന്ന ശൈത്താൻ്റെ പണിയാണ്, അവരെ ത്വലാഖിലേക്ക് എത്തിക്കുക. ഔവർ 3ാമത്തത് ഔവർ. വ്യഭിചാരം, വേശ്യകൾക്കൊക്കെ പ്രോത്സാഹനം ചെയ്യുന്ന പണിയാണ് ഔവർ. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് വ്യഭിചരിച്ചാൽ പിന്നെ അവൻ കാലാകാലം ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. വ്യഭിചാരത്തിലേക്ക് ടേസ്റ്റ് കൊടുക്കും. അവനെ തൗബ ചെയ്യാൻ വേണ്ടി ആരും സമ്മതിക്കുകയില്ല, ശൈത്താൻ സമ്മതിക്കുകയില്ല. വ്യഭിചാരത്തിനും എന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കണ്ണിനിക്ക് വ്യഭിചാരമുണ്ട്, കാതിനിക്ക് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, അങ്ങനെ ഓരോന്നിനും വ്യഭിചാരമുണ്ട്. മനസ്സിൽ വ്യഭിചാരത്തിൻ്റെ ചിന്ത വരികയും
പിന്നെ അത് ഗുഹ്യസ്ഥാനം ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. എല്ലാ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് വ്യഭിചാരത്തിൻ്റെ അടുത്തേക്ക് പോലും പോകരുത്. വ്യഭിചാരത്തിൻ്റെ ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിൻ്റെ അടുത്തേക്കും പോലും പോകാൻ പാടില്ല. വലാ തഖറബുസ്സിന, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യാൻ പാടില്ല. ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു, സലാം പറഞ്ഞിട്ട് തന്നെ തുടങ്ങി, അന്യസ്ത്രീയായ പെണ്ണ്. പിന്നെ അതിലിങ്ങനെ കണക്ഷനായി പിന്നെ ഇങ്ങനെ പോയി പിന്നെ അത് ഇങ്ങോട്ടെത്തും, വിചാരത്തിലേക്ക് എത്തും. അപ്പോൾ അവിടുന്ന് തന്നെ എന്താക്കാം, ബ്ലോക്ക് ചെയ്യാം. അവിടുന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാം. ഒരു പെണ്ണ് ചിരിച്ചു കാണിച്ചു, ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ ചിരിച്ചു, അപ്പോൾ നമ്മളും ചിരിച്ചു. അപ്പോൾ പിന്നെ അത് നമ്മളെ മനസ്സിൽ, പിന്നെ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഓൾ എന്തിനും പോയി ചിരിച്ചത്, അവൾ ആരായിരിക്കും, അവളെ പേരെന്ത്, ഏടായിരിക്കും. ഈ പെണ്ണ് ചിരിച്ച് മീത്തുള്ള ഭർത്താവ് നോക്കി ചിരിച്ചതായിരിക്കാം, ഷോപ്പിന് മീത്തുള്ള ഭർത്താവ് നോക്കി ചിരിച്ചതായിരിക്കാം. പക്ഷെ നമ്മളെ മനസ്സിലേക്ക് പിന്നെ ഇതാരിട്ട് തരും, ശൈത്താൻ ഇങ്ങനെ ഇട്ടുതരും. അപ്പോൾ പിശാചിൻ്റെ പണിയാണ് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുക. അത് ഔവർ എന്ന പിശാചാണ് ഇതിൻ്റെ പണിയെടുക്കുന്നത്. പിന്നെ അത് മസ്വത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കളവും നുണയും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പിശാചാണ് മസ്വത്ത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ഫലഹും അദാബുൻ ഫിദ്ദുനിയ വൽ ആഖിറ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഇല്ലാത്ത കാര്യം, കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നതായ ഒരുപാട് ആളുകളുണ്ടാകും. നമ്മൾ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പേടിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടും, അത് പെട്ടെന്ന് ഫോർവേഡാക്കാം. അത് കാലാകാലം അതിൻ്റെ കുറ്റാർ കിട്ടും. ആരാണോ ഫോർവേഡാക്കിയത് അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്യാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അത് ആ ഹറാം ആരൊക്കെ കാണുന്നുണ്ടോ അതിനൊക്കെ കുറ്റം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സ്റ്റാറ്റസ്, പെണ്ണുങ്ങളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹറാമിയത്തിൻ്റെ സ്റ്റാറ്റസ് വെക്കാം, അതാരൊക്കെ കാണുന്നുണ്ടോ അതിനൊക്കെ കുറ്റം നമുക്ക് കിട്ടും. ഇതൊക്കെ ചെയ്യിപ്പിക്കുമാരെ പിശാച് ചെയ്യിപ്പിക്കും. അത് ചെയ്യുന്ന മസ്വത്ത് എന്നാണ് അയാളെ ആ ശൈത്താൻ്റെ പണി. സൽനബൂർ എന്ന ശൈത്താൻ അങ്ങാടികളിലും ചന്തകളിലൊക്കെ ടൗണിലും ഒക്കെ ഉണ്ടാകുന്ന ശൈത്താനാണ് സൽനബൂർ. വഴക്കും അതേപോലെ പ്രശ്നവും തിന്മയും അതൊക്കെ അങ്ങാടിയിൽ ടൗണിൽ ഉണ്ടാക്കി തീർക്കുന്നത് ഈ സൽനബൂർ എന്ന ഇബ്ലീസിൻ്റെ സൈന്യമാണ്. സൽനബൂർ എന്ന ഇബ്ലീസിൻ്റെ സൈന്യമാണ് ഇതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കപ്പെട്ടത്. പിന്നെ ഒരു ഇബ്ലീസിൻ്റെ സൈന്യം ഹാത്തിഫിൻ്റെ പേരുണ്ട് അല്ലേ, ഹാത്തിഫിൻ്റെ പേരുണ്ട് അല്ലേ, ഹാത്തിഫ് ഇബ്ലീസിൻ്റെ ഒരു സൈന്യത്തിൻ്റെ പേരാണ് ഹാത്തിഫ്. അതായത് അതിനൊക്കെ ബാഹ്യമായിട്ട് ശരീരമില്ല. ഒരു വിഭാഗം ഇബ്ലീസ് സൈന്യത്തിൽപ്പെട്ട ഒരു വിഭാഗം ബാഹ്യമായിട്ട് ശരീരം ഇല്ല എങ്കിലും ചില ശബ്ദങ്ങൾ എന്താകും, അത് പുറപ്പെടുവിക്കും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആളെ ശബ്ദങ്ങളായിരിക്കും അത് പുറപ്പെടുവിക്കാം, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ശബ്ദം പ്രകടിപ്പിച്ച് മനുഷ്യരെ പേടിപ്പിക്കുന്ന ശൈത്താനാണ് ഹാത്തിഫ്. ഒരു വിഭാഗം ഹാത്തിഫ്. റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആരും വിളിച്ച പോലെ ഒരു തോന്നൽ അല്ല, വിളിച്ച പോലെ ഉണ്ടാകും, വിളിച്ച പോലെ തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദം ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ബാക്കിൽ ആരോ വരുന്നുണ്ട് എന്നൊരു തോന്നൽ. അതൊക്കെ ആര് ചെയ്യിപ്പിക്കും? ഈ ഹാത്തിഫ് ചെയ്യിപ്പിക്കും. അത് മനുഷ്യനെ പേടിപ്പിക്കും. ബാഹ്യമായിട്ട് അതിന് ശരീരമില്ലെങ്കിലും അതെന്താക്കും, ശബ്ദം പ്രവർത്തിച്ച് നമുക്കറിയുന്ന ആളെ തന്നെ, അറിയുന്ന ആളുടെ തന്നെ, നമുക്ക് പരിചയമുള്ള ആളെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കാൻ ഹാത്തിഫിലേക്ക് സാധിക്കും. ചിലപ്പോൾ പേരെന്നെ വിളിക്കും. പള്ളിയിലൊന്നും ഒറ്റക്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പള്ളിയിലൊന്നും ഒറ്റക്ക് കിടക്കരുത്, അവിടെ ആര് വരും? ജിന്ന് വരും. ഒറ്റക്ക് എടുക്കുമ്പോൾ ജിന്ന് വരും. ചിലപ്പോൾ ഇറക്കിയിട്ട് എന്താകുമ്പോൾ നല്ല സ്നേഹമുള്ളതാണെങ്കിൽ പുറത്തല്ല കിടത്തും, അല്ലെങ്കിൽ കിടന്ന് കൊണ്ടുപോയിട്ട് ഇടുകയും ചെയ്യും. ഈ പള്ളിക്കുളത്തിലൊക്കെ മരിച്ച സംഭവം അറിയാം.
പള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ കിടന്നിട്ടാകുമ്പോൾ വർക്കിൽ കുളത്തിലെ കുട്ടികളുണ്ടാവും. അങ്ങനെ സംഭവിക്കും. അത് അവർക്ക് അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. നമ്മൾ വഴി തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. അതോ കിടക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലക്ക് ചെന്ന് കിടക്കാം. ഇങ്ങനെ സഫീലായിട്ട് ഇങ്ങനെ അവർക്ക് ഭയങ്കര ദേഷ്യമുള്ള സംഗതിയാണ് മുസ്ലിം ജിന്നിക്ക്. ഹൗദിൻ്റെ കാര്യമെല്ലാം ഉണ്ടാവും. രാവിലെ എണിക്കുമ്പോൾ ഒരു കൊണ്ടുപോയിട്ട് വിടും. രണ്ടാമത്തെ ഇബ്ലീസിൻ്റെ സൈന്യമാണ് ഗൗൽ എന്ന സൈന്യം. ഇത് ഖബർസ്ഥാൻ, ശ്മശാനം, സെമിത്തേരി ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഇബ്ലീസിൻ്റെ പട്ടാളാണ് ഗൗൽ. ഇതെന്താക്കും? ജീർണിച്ച എല്ലുകൾ ഉണ്ടാവില്ല, ശരീരത്തിൽ മരിച്ച മയ്യത്തിൻ്റെ ജീർണിച്ച എല്ലുകൾ അത് ഭക്ഷിക്കും. അതുപോലെ രാത്രി എന്താകും? സഞ്ചരിക്കും. ഇതിനിക്ക് രാത്രി സഞ്ചാരമാണ്. രാത്രിയിൽ അപകടപ്പെടുത്താനും രാത്രി സഞ്ചരിക്കുന്നവരെ പേടിപ്പെടുത്താനൊക്കെ ഗൗല് ശ്രമിക്കും. ഗൗൽ അത് മൂങ്ങയുടെ കോലത്തിലായിരിക്കും ഇതൊക്കെ വരുന്നത്. ചിലപ്പോൾ നമുക്കത് മൂങ്ങ എന്ന് തോന്നും. പക്ഷെ എന്തായിരിക്കും അത്? ഗൗലാണ്. മൂങ്ങ എന്ന് തോന്നും എനിക്ക് രാത്രി കണ്ണ് കാണാം. പക്ഷെ അതെന്തായിരിക്കാം? ചിലപ്പോൾ ഈ ഗൗലെന്ന ഈ ജിന്നായിരിക്കാം. അതിന് പെട്ടെന്ന് തന്നെ എന്താക്കാം? വ്യത്യസ്ത രൂപത്തിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും ഈ ഗൗലിന്. പിന്നൊരു ജിന്നാണ് സാലത്ത്. സ്ത്രീ വിഭാഗമാണ്. ജിന്നുകളിലെ സ്ത്രീ വിഭാഗമാണ്. നല്ല കഴിവും ശക്തിയൊക്കെ ഉണ്ട്. ക്ഷണിക വേഗത്തിൽ ഇതിലേക്ക് രൂപം മാറാൻ വേണ്ടി, പെട്ടെന്ന് തന്നെ രൂപം മാറാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഇവർ രൂപം മാറുന്നത് നല്ല സുന്ദരികളായ മനുഷ്യക്കോലത്തിലേക്കായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ആണുങ്ങൾ എന്താക്കാൻ വേണ്ടി പറ്റും? പെട്ടെന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പറ്റും. സാലത്ത് സുന്ദരികളായ സ്ത്രീകളുടെ രൂപത്തിലേക്ക് മാറി പിന്നെ ആണുങ്ങളെ വശീകരിക്കാനും വഴിതെറ്റിക്കാനും ഇതിലേക്ക് സാധിക്കും. കുട്ടികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും വരും സാലത്ത്. ചിലപ്പോൾ നല്ല സുന്ദരി പെണ്ണിൻ്റെ രൂപത്തിൽ തന്നെ വരും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് സുന്ദരികളായ രൂപത്തിൽ തന്നെ വരും. നമുക്ക് ചിലപ്പോൾ അത് മനുഷ്യരെന്ന് തോന്നിയേക്കാം. പക്ഷെ ആരായിരിക്കും? ജിന്നായിരിക്കും. ഇവർ രൂപം മാറുമ്പോൾ നമുക്ക് തിരിച്ചറിയാം ജിന്നാണോ മനുഷ്യൻ തിരിച്ചറിയാം. നമുക്ക് മനുഷ്യനെന്ന കോലത്തിലേക്ക് തന്നെ കാണുമ്പോൾ മൊത്തമായാലായിരിക്കും മനുഷ്യൻ്റെ കോലം തന്നെ. നമ്മൾ മനുഷ്യൻ്റെ ആയിരിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുട്ടീനെ കാണുന്നില്ല, പെട്ടെന്ന് കുട്ടിയെ കാണാതാവുക, കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയെ കാണാതാവുക. മനസ്സിലായില്ല? കൊണ്ടേക്കുണ്ടാവും. ഇല്ല പറ്റില്ല. അതൊക്കെ സംഭവിക്കും. കുട്ടികളെ ഒറ്റയ്ക്ക് വിടാനും പാടില്ല. കുട്ടികളെ ഒറ്റയ്ക്ക് വിടുമ്പോൾ ഇവരെന്താക്കും? ഒരു പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒറ്റയ്ക്ക് വിടുമ്പോൾ പന്തിന് ഈ പിശാച് എന്താകും? കുട്ടിയോടെ ഒരു പുഴയിലേക്ക് എറിഞ്ഞ് പിന്നെ കുട്ടിയെ പുഴയിലേക്ക് എറിയും. അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലേക്ക് കയറ്റി അവിടുന്ന് താഴേക്ക് വിട്ട് കൊല്ലാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ആര് ചെയ്യും? ഈ സാലത്തുന്ന ഇത് ചെയ്യും. ഹിന്ന് എന്ന മറ്റൊരു പിശാച്, വിശത്തിയിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ച പിശാചാണ് ഹിന്ന്. വിഷത്തിൻ്റെ തീ, അതിൽ നിന്നും അള്ളാഹു പടച്ചു. ഇവരിലെ മുസ്ലിങ്ങളുണ്ട്, കാഫിര്യങ്ങളും ഉണ്ട്. ഹിന്ന് എന്ന വിഭാഗത്തിൽ മുസ്ലിങ്ങളുണ്ട്, കാഫിര്യങ്ങളുണ്ട്. മുസ്ലിങ്ങൾ തന്നെ ഇവർ മലക്കുകളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് യുദ്ധങ്ങളിൽ. യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവരുടെ മുസ്ലിങ്ങൾ. അമുസ്ലിമീങ്ങളായ ഈ ജിന്ന് ഇബ്ലീസിൻ്റെ സൈന്യത്തിലും ചേരുന്നു. മറ്റൊന്നാണ് മാരിദ്. മാരിദ് സത്യന്മാരായ കുഴപ്പക്കാരായ ഫാസിക്കും ദുർനടപ്പുമാരായ ജിന്നുകളാണ് മാരിദ്. കുറച്ച് മുസ്ലിങ്ങളുണ്ട്. ആയുസ് ദീർഘമുള്ള വിഭാഗമാണ് മാരിദ്. മനുഷ്യ വിഭാഗത്തോട് ഭയങ്കര വെറുപ്പാണ് മാരിദിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലപ്പോഴായിട്ട് നബിയെ വധിക്കാൻ വേണ്ടി മാരിദ് ശ്രമിച്ചിട്ടുണ്ട്. നബി തങ്ങൾക്കെതിരെ വധശ്രമം നടത്തിയിട്ടുണ്ട്. ഒരവസരത്തിൽ നബി നിസ്കരിക്കുമ്പോൾ നബിയെ കൊല്ലാൻ വേണ്ടി വന്നു. നബി തങ്ങൾ പിടിച്ചിട്ട് തൂണിൽ കെട്ടിയിട്ടു മാരിദിന്. മുമ്പ് പറഞ്ഞിരുന്നു സംഭവം.
എന്നിട്ട് വിശുദ്ധാസ്ലമാതങ്ങൾ പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ഇല്ലായിരുന്നെങ്കിൽ, സുലൈമാൻ പ്രാർത്ഥിച്ചു, ജിന്നുകളെ മുഴുവനും നീ എനിക്ക് കീഴ്പ്പെടുത്തി തരണം, വേറൊരാൾക്കും കൊടുക്കരുത്. ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവനെ പിടിച്ചു കെട്ടി എല്ലാ കുട്ടികളെ കൊണ്ടും ഇവനെ കല്ലെറിയിപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാരിദ് എന്താക്കും? മനുഷ്യനോട് ഭയങ്കര അതിശത്രുത പുലർത്തുന്ന വിഭാഗമാണ് മാരിദ്. കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. മറ്റൊന്ന് കരീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കരീൻ നമ്മളോടൊപ്പം എന്നും കൂടെ ഉണ്ടാവുന്ന ജിന്നാണ് കരീൻ. നമ്മൾ എത്രത്തോളം തെറ്റ് ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ട് കരീന് ശക്തി ആർജിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റനുസരിച്ചിട്ട് നമ്മുടെ ശൈത്താനിക്ക് ശക്തി കൂടും. നന്മ ചെയ്യുന്നതനുസരിച്ചിട്ട് അവൻ്റെ ശക്തി കുറയുകയും ചെയ്യും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം തൻ്റെ കരീനെ കണ്ടു, നേരിട്ട് കണ്ടിട്ടാകുമ്പോൾ ചോദിച്ചു, നീ എന്ത് ഇത്ര ബലഹീനമെന്ന് ചോദിച്ചു. സാധാരണ ജിന്നുകൾ അതിശക്തന്മാരും നല്ല കഴിവുള്ള ആളുകളാണ്. പറഞ്ഞു, നിങ്ങളുടെ നന്മ കാരണം എന്തായത് ഞാൻ ബലഹീനനായതാണ്, എനിക്ക് പിന്നെ എന്താക്കാനല്ല, തെറ്റ് പ്രേരിപ്പിക്കാൻ വേണ്ടി കഴിയല. അല്ലാത്ത കാലത്തോളം നമ്മളെ തെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കരീൻ എന്താകും? നമ്മൾ മരിച്ചാലും കരീന് ജീവിക്കും. നമ്മൾ മരിച്ചാലും കരീന് ജീവിക്കും. കാരണം അതിന് ആയിരക്കണക്കിന് കൊല്ലം ആയുസ്സുണ്ട്. മനസ്സിലായോ? മറ്റൊന്ന് ഇഫ്രീത്ത്. ജിന്നുകൾ, അത് കേട്ടിട്ടുണ്ടാവും. ജിന്നുകളിലെ അതിശക്തന്മാരായ ജിന്നാണ് ഇഫ്രീത്ത് എന്ന ജിന്ന്. ഇഫ്രീത്ത് ആ ജിന്നുകളിലെ അതിശക്തന്മാരായ ജിന്നാണ്. ഈ ഇഫ്രീത്താണ് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞത്, ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഞാൻ കൊണ്ടുവരട്ടെ എന്ന്. അത് എണീക്ക് നാട്ടുമ്പോൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞത് ഈ ഇഫ്രീത്താണ്. ഇഫ്രീത്തിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു. ഇഫ്രീത്തിലേക്ക് ഒറ്റച്ചാട്ടത്തിൽ ആകാശത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു ഇഫ്രീത്തിലേക്ക്. അങ്ങനെ എത്തിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് പോയി കട്ട് കേട്ടിട്ട് വന്നു. എന്നിട്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ നബി തങ്ങൾ ജനിക്കലോടുകൂടി അവർക്കുള്ള വഴി എന്തായി? അവിടെ തടയപ്പെട്ടു. ഇനി അങ്ങോട്ട് ചാടിയാൽ മലക്കുകൾ അവരെ തീ കൊണ്ട് എറിഞ്ഞു കൊല്ലും. മുസ്തഫ കഞ്ചൂറിൻ്റെ ഉപ്പപ്പ മരിച്ചത് അങ്ങനെയാണ്. കഞ്ചൂർ എന്നാണ് ഉപ്പപ്പയുടെ പേര്. ഉപ്പപ്പ മരിച്ചത് ആകാശത്തുള്ള തീജ്വാലയിട്ടിട്ടാണ് മുത്തച്ഛൻ മരിച്ചത്. കഞ്ചൂർ ക്രിസ്ത്യാനിയായിരുന്നു കഞ്ചൂർ. ഉപ്പ മരിച്ചത് യുദ്ധത്തിൽ നിന്ന്, ഉപ്പാൻ്റെ പേര്. ഉപ്പ മരിച്ചത് മുസ്ലിം ജിന്നുകളുമായുള്ള യുദ്ധത്തിന്, കാഫിറായിരുന്നു ഉപ്പ. മുസ്ലിം ജിന്നുകളുമായുള്ള യുദ്ധത്തിന് ഉപ്പ കൊല്ലപ്പെട്ടു. ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. മുംബൈക്കാരൻ. ഈജിപ്ത് പണ്ഡിതൻ മുഹമ്മദ് ദാവൂദ് ഈസ മുഖേനയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. തൻ്റെ സഹോദരിയുടെ ശരീരത്തിലേക്കാണ് കയറിയത്. ഈ ജിന്ന് ശരീരത്തിൽ കയറും. അപ്പോൾ ശരീരത്തിൽ കയറിയിട്ടാകുമ്പോൾ സംസാരിക്കും. ജിന്ന് സംസാരിക്കും. ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ സംസാരം മാത്രമേ കേൾക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൽ കയറിയാൽ പിന്നെ സംസാരിക്കാം. അപ്പോൾ ശരീരമല്ല സംസാരിക്കുന്നത്, ജിന്നായിരിക്കും സംസാരിക്കുന്നത്. ജിന്ന് കൂടിയിട്ടാകുമ്പോൾ പോയിട്ട് അടിക്കുന്നതും പിടിക്കുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതും അതൊക്കെ ചെയ്യിപ്പിക്കുന്നവരാണ് ഈ ശൈത്താനാണ്. ഈ ശരീരത്തിലേക്ക് എന്താവില്ല, വേദന ശൈത്താനാണ് ചെയ്യിപ്പിക്കുക. അത് നമ്മൾ ഏർവാടിയിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഏർവാടി, മുത്തുപേട്ട ഒക്കെ നമ്മുടെ വീടുണ്ട്. വന്നിട്ടല്ല നമ്മൾ ഈ സുള്ളി കഴിഞ്ഞിട്ട് ഉള്ളൊരു എരുമാടുണ്ട് സംഭവം. അത് അതിനേൽപ്പിക്കപ്പെട്ട ഓരോരുത്തർക്കും, ഓരോ ഔലിയാക്കൾക്കും ഓരോ ഡ്യൂട്ടി അല്ലാഹു കൊടുത്തിട്ടുണ്ടാവും. ബഹുമാൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ ഇതിനെ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. പിശാചിനെ എടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അവിടെ പോയാൽ നമുക്ക് അറിയാം. ഓപ്പറേഷൻ ചെയ്യും. അത് ഇവരെന്താ പറയുക, ഔലിയാപ്പാപ്പാനെ തെറി വിളിച്ചിട്ട് ഇവർ ഓടുകയും ഗിൽസിലേക്കും അതുപോലെ മലക്കത്ത് മറിയുകയും ചുമരിലൊക്കെ തല പോയി ഇടിക്കും, തെറി വിളിക്കും, ഇതൊക്കെ സംഭവിക്കും. എന്നിട്ട് അവസാനം ഇവർ സ്വയം ചാവും. അതായത് ഔലിയാപ്പാവ് പോയിട്ട് അവരെ ഈ ശൈത്താനെ പോയിട്ട് അറുത്ത് കൊല്ലുന്നുണ്ട്. ലാസ്റ്റ്
ഇവർ പോയിട്ട് ഒരു ഗ്രില്ലുണ്ടാവും, അത് തല പോകാൻ മാത്രമുള്ള ഒരു ഗ്രില്ല്. അതിൽ പോയിട്ട് ഈ രോഗി പോയിട്ട് തല വെക്കും. പിന്നെ അവിടെ നിന്ന് അട്ടഹസം കേൾക്കും. അത് ഔലിയാവ് പോയിട്ട് ഈ ശൈത്താനെ അറുത്തിട്ട് പിന്നെ തല ചുറ്റിയിട്ട് ഈ രോഗി വീഴും. അതോടുകൂടി ശൈത്താൻ പോയിട്ടുണ്ടാകും. അവിടെ പോയിട്ട് ചില ക്രിയകൾ ചെയ്യേണ്ടത്, കുറേ ദ്വാരന്നിട്ട് പിന്നെ ഔലിയാവ് ഉണ്ടാവും ഏറ്റെടുക്കും. പിന്നെ നമുക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഫുള്ളും മൊത്തം ആര് നോക്കും? ഔലിയാക്കൾ നോക്കും. മലക്കളുണ്ടാവും കൂടെ സഹായത്തിന്, ബാക്കിയുള്ള ഔലിയാക്കളൊക്കെ ഉണ്ടാവും സഹായത്തിന്. നമുക്ക് പോയിട്ട് കണ്ടിട്ട് പറയാം, പോയവരുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് നേരിട്ട് കണ്ടിട്ട് പറയാം. ഇതൊക്കെ കേട്ട സംഭവമാണ്, പോയിട്ട് അനുഭവിച്ചിട്ട് പറയാം. അവർ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഴിക്ക് വന്ന ആളാണ്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു പരമ്പരയിൽപ്പെട്ട ആളാണ്. ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇബ്രാഹിം ബാദ്ശാ തങ്ങളൊക്കെ. സുലൈമാൻ നബി ജിന്നിനെ കീഴ്പ്പെടുത്തിയ ആളാണ്. പുറത്തു നിന്ന ആളാണ് എന്നറിയില്ല, പുറത്തു നിന്ന ആളാണ്. മക്ബറ വലിയ മക്ബറാണ്. ഇബ്രാഹിം ബാദ്ശായുടെ മക്ബറ വലിയ മക്ബറാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെ പേരക്കുട്ടിയാണ്. എത്രാമത്തെ പേരക്കുട്ടി തരല്ല, പേരക്കുട്ടിയാണ്. ഏകദേശം 6666 ഏക്കറുണ്ട് ആ സ്ഥലം മൊത്തം. അത് മൊത്തം 6666 ഏക്കറുണ്ട് ഏർവാടി. അത് രാജാവ് കൊടുത്തതാണ്. അവരുടെ മകൻ എന്തോ ശൈത്താനെ തോന്നിട്ട് കോപിച്ചിട്ടാവോ അല്ല, രാജാവ് കൊടുത്തതാണ്. അവിടെ കുറേ മക്ബറുണ്ട്. ഔലിയാക്കളുടെ തന്നെ ഒറ്റ മക്ബറാണ്. അജ്മീർ ഖാജ പുറത്തു നിന്നാണ്. സാത്താൻ ആരാധന. പിന്നെ പറയുന്നത് ശൈത്താനെ ആരാധിക്കുന്ന വിഭാഗം നമ്മുടെ ഇന്ന് ആധുനിക കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ. അത് യൂറോപ്പിൽ നിന്നാണ് ഈ സമ്പ്രദായം വന്നത്. യൂറോപ്പിൽ നിന്നാണ് ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഇബിലീസിനെ ആരാധിക്കുക. അത് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് പോലെ ഇബിലീസിനെ ആരാധിക്കുക. അതിനെക്കുറിച്ച് ഞാൻ ചില പിന്നീട് നിങ്ങൾക്ക് പറയാം. ആര് ശൈത്താൻ വിശ്വാസം ഉണ്ടാവും. ഹിന്ദുക്കൾക്കുണ്ടാവും. അവർക്ക് ഹിന്ദുക്കളല്ല, അവിശ്വാസികൾക്ക് പിശാജ് ദുർപിശാജ് ഉണ്ടാവും. പിശാജിന് അവർ കാവൽ ചോദിക്കുന്നുണ്ടാവും. പിശാജിനോട് കാവൽ ചോദിക്കുന്നവരുണ്ടാവും, പിശാജിനെ ആരാധിക്കുന്നവരും ഉണ്ടാവും. അതിന് ഒരു 2017 വന്ന ഒരു ന്യൂസ് വായിക്കാം. 2017 വന്ന ന്യൂസ്. സാത്താൻ ആരാധന ഇന്ന് നിലവിലുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം. സുപ്രഭാതത്തിലെ 2017 ഏപ്രിൽ 13 വന്ന വാർത്ത. സാത്താൻ്റെ പ്രതീകമായി മാറുന്ന പുതിയ തലമുറയെ കാണാതിരുന്നാൽ അപകടം വലുതായിരിക്കും. അരുതെന്ന് പറഞ്ഞതൊക്കെ ലംഘിക്കുകയും അനുസരണക്കേടിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ് സാത്താൻ ആരാധകർ. ശരീരത്തിൽ പച്ച കുത്തുക, മുറിവുകൾ ഉണ്ടാക്കുക, വിരൂപമായി താടിയും മുടിയും വളർത്തുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, സാത്താൻ്റെ ചിഹ്നങ്ങളുള്ള വസ്ത്രം ധരിക്കുക, ഇവയെല്ലാം മക്കളിൽ കാണുന്നുവെങ്കിൽ തിന്മകളെ പൂജിക്കുന്ന ഒരു സംഘം നമ്മുടെ വീട്ടകങ്ങളിൽ തന്നെ വളരുന്നുവെന്ന് ഉറപ്പിക്കാം. സകല തിന്മകളെയും ഉത്തേജിപ്പിച്ച് അമരത്വം നേടാനുള്ള ചില അപക്ക മനസ്സുകളുടെ ശ്രമഫലമായി കേരളത്തിലേക്കും പിശാച് ആരാധന കടന്നുവരുന്നുവെന്ന വാർത്തകൾ മലയാളിക്ക് ആശ്വാസകരമല്ല. കേരളത്തിലും ഇത്തരം വിഭാഗക്കാരുണ്ട്. അവർക്ക് സംഘമുണ്ട്, ടെൻ്റ് ഉണ്ടാവും പൈശാചിക ആരാധനകൾ. കഴിഞ്ഞ ദിവസം 2017 വന്ന സംഭവം. അത് ഇപ്പോൾ എത്രത്തോളം വളർന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നന്ദൻകോടുണ്ടായ കൊലപാതകം പിശാച് ആരാധനയുടെ ഭാഗമാണെന്ന വാർത്തകൾ ഞെട്ടലോടെയാണ് നാം കേട്ടത്. പിശാചിനെ പ്രീതിപ്പെടുത്താനും അതിലൂടെ അതീന്ദ്രിയ ശക്തി നേടാനും വേണ്ടി ഒരു യുവാവ് ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷിച്ചപ്പോൾ 4 ജീവനുകളാണ് നഷ്ടമായത്.
കൂടുതൽ അന്വേഷണം നടന്നാൽ ഒരു പക്ഷേ ഇത്തരക്കാരുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട നിരവധി ആളുകളുടെ കഥകൾ നാം കേൾക്കേണ്ടി വന്നേക്കും. അതായത് പിശാച് പറയുന്നത് ചെയ്താൽ പിശാച് നമുക്ക് സഹായിക്കും. പിശാച് സഹായിക്കും. ജ്യോത്സ്യന്മാരൊക്കെ പിശാച് സഹായിക്കുന്നുണ്ട്. പിശാച് പറയുന്നത് നമ്മൾ ചെയ്യണം. ചിലപ്പോൾ വ്യഭിചാരമായിരിക്കാം, ചിലപ്പോൾ കൊലപാതകമായിരിക്കാം. ശരീരത്തെ അറുത്തിട്ട് അതിൻ്റെ രക്തം ബലിയർപ്പിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ കുഞ്ഞിനെ അറുക്കുന്നതുണ്ടാവും. കുഞ്ഞിനെ അറുക്കുക. മനുഷ്യമാംസം തിന്നുന്നവർ പോലെ ഇന്ന് യൂറോപ്പിലുണ്ട്. മനുഷ്യമാംസം എങ്ങനെ നല്ല രീതിയിൽ കുക്ക് ചെയ്യാം എന്ന രൂപത്തിൽ 21-ാം നൂറ്റാണ്ടിൽ പോലും പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പാചകമില്ല, കറി വെക്കുന്ന എങ്ങനെ നല്ല ബീഫ് കറി വെക്കാം, എങ്ങനെ കോഴിക്കറി വെക്കാം, അതേപോലെ മനുഷ്യമാംസത്തെ എങ്ങനെ നല്ല കറി വെക്കാം, എന്തൊക്കെ ചേർത്തിട്ട് നല്ല കറി വെക്കാം. ആ 21-ാം നൂറ്റാണ്ടിൽ പോലും എന്താ ഇറങ്ങിയിട്ടുണ്ട്, പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ലൂസിഫർ എന്ന പേരിൽ സിനിമ പോലും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പാട്ടുണ്ട്, ഇബ്ലീസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷെ അറിയാതെ എന്തായി നമ്മുടെ മുസ്ലിങ്ങൾ പോലും അതിൽ വീണ് പോയിട്ടുണ്ട്, പൈശാചികളിൽ വീണ് പോയിട്ടുണ്ട്. പിശാചിന്റെ ചിഹ്നങ്ങൾ ശരീരത്തിൽ പച്ചക്കുത്തുകയും അത്തരം ചിഹ്നങ്ങളുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് പഠനം. ഇത്തരം നിലപാടുകളെ കേവല തമാശയായും യുവതയുടെ പൊട്ടിത്തെറിപ്പായും മനസ്സിലാക്കുന്നത് അബദ്ധമാണ്. പിശാച ആരാധനകൾക്കായി പ്രത്യേക ഇടങ്ങൾ തന്നെ കേരളത്തിൽ പലയിടത്തും നിലവിലുണ്ട്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും പിടികൊടുക്കാതെയാണ് പിശാച ആരാധനകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെന്നാണ് വെളിപ്പെടുത്തുന്നത്. ഇത് 2014 സംസ്ഥാനത്ത് മൊത്തമായിട്ട് 14 ശൈത്താൻ ആരാധന ഉണ്ടായിട്ടുണ്ട്. 2014 14 10 കൊല്ലം അപ്പുറം 14 സാത്താൻ ആരാധന കേന്ദ്രം. ചില ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ട സംഭവങ്ങളും ചില ചർച്ചുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും ചെകുത്താൻ ആരാധകരിലേക്ക് എത്തിയിരുന്നെങ്കിലും അന്വേഷണം പുരോഗമിച്ചില്ല. ഗോവ, മുംബൈ, മിസോറാം എന്നീ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പിശാച ആരാധന സംഘം കേരളത്തിലേക്ക് കടന്നതും വളർന്നതും വളരെ പെട്ടെന്നായിരുന്നു. ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള വെള്ളാപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്ന് തിരുവോസ്തു മോഷണം പോയതും വാർത്തയായിരുന്നു. തിരുവോസ്തു പള്ളിയിലുണ്ടായിരുന്ന അവർ ബഹുമാനിക്കുന്ന വസ്തുവായിരിക്കാം. യൂറോപ്പിൽ നിന്നാണ് ഇത് എന്താകുന്നത്, വളർന്ന് പന്തിരിക്കുന്നത്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ യഅ്ജൂജ് മഅ്ജൂജ് വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുന്നത് യൂറോപ്പിൽ നിന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ 25 നബിമാരിൽ ഒരാൾ പോലും യൂറോപ്പിലേക്ക് അല്ലാഹു അയച്ചിട്ടില്ല എന്നതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ 25 നബിമാരിൽ ഒരാൾ പോലും യൂറോപ്പിലേക്ക് അയക്കപ്പെട്ടിട്ടില്ല. അവർ ഉണ്ടായിരുന്നത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു. യൂറോപ്യ ഭാഗത്തേക്ക് ഒരാൾ പോലും അല്ലാഹു അയച്ചിട്ടില്ല. പിന്നെ അയച്ചു ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നെ അയക്കപ്പെട്ടത്. ദുൽഖർനൈനോട് അവർ പറഞ്ഞത് തന്നെ ആരുണ്ട്, യഅ്ജൂജ് മഅ്ജൂജ് മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വ ബൈനകും സദ്ദ, ഒരു കെട്ടുണ്ടാക്കി തരണം, യഅ്ജൂജ് മഅ്ജൂജ് ഉണ്ട്. അങ്ങനെ കെട്ടുണ്ടാക്കി കൊടുത്തു ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. പിന്നെ തിരിച്ചു വന്നു. എല്ലാ മോശപ്പെട്ട സംസ്കാരവും പുറത്തു വന്നത് യൂറോപ്പിൽ നിന്നാണ്. 4 വേദങ്ങളിൽ നിന്ന് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ ഒന്നുപോലും എങ്ങോട്ടില്ല, യൂറോപ്പിലേക്കില്ല. തൗറാത്തും സബൂറും ഇഞ്ചീലും ഖുർആൻ ഇത് 4 എവിടേക്കാണ് ഇറങ്ങിയതെന്നാവും, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ. 4 ഏടുകൾ ഇബ്രാഹിം നബി കൊടുത്തതും ഷീസ് നബി കൊടുത്തതും ഇദ്രീസ് നബി കൊടുത്തതും പിന്നെ ആദം നബി ഇസ്ലാമിന് കൊടുത്തതുമായ ഈ 100 ഏടുകളിൽ ഒരു ഏടും യൂറോപ്പിലേക്ക് ഇറക്കിയിട്ടില്ല. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിന്മയുടെ കേന്ദ്രമാണ്, ഇരുട്ടിൻ്റെ കേന്ദ്രമാണ് യൂറോപ്പ്. പൈശാചിക ആരാധന അവിടെ നിന്നാണ് വളരുന്നത്. യൂറോപ്പിൻ്റെ കവാടമാണ് തുർക്കി. തുർക്കി എന്നുള്ളത് യൂറോപ്പിൻ്റെ കവാടമാണ്. തുർക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കാം. അതിൽ നിന്നാണ് പിന്നെ അമേരിക്ക, ഇസ്രായേൽ, അതിലൊക്കെ പൈശാചികമായ സംഭവം. ഏതായാലും 17-18 നൂറ്റാണ്ടിൽ യൂറോപ്യൻ നവോത്ഥാന കാലത്താണ് പിശാചിനെ വീരപുരുഷനായി ചിത്രീകരിക്കുന്ന കലാസൃഷ്ടികൾക്ക് പ്രചാരം ലഭിക്കുന്നത്. അനുയായികൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നെങ്കിലും സാത്താനിസത്തിന് പുതിയ മാനങ്ങളുണ്ടായത് അക്കാലത്താണ്. 1960കളോടെ സാത്താനിസത്തിന് പൊതുസ്വഭാവം കൈവന്നു.
അക്കാലങ്ങളിൽ പുറത്തിറങ്ങിയ ചില സംഗീത ആൽബങ്ങളിലൂടെ പൊതുജന മധ്യത്തിലേക്ക് പിശാച് ഭക്തർ കടന്നു കയറി. പ്രസ്തുത ആൽബങ്ങൾ വിവാദമായതോടെ വിപണിയിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിലും അവയിലൂടെ പൊരുത്തിവിട്ട സന്ദേശങ്ങൾ പലരെയും ആകർഷിച്ചു. ഇന്നും ചില പാശ്ചാത്യ സംഗീത ബാൻഡുകൾ തങ്ങളുടെ ആൽബങ്ങളിൽ പിശാച് ആരാധനയ്ക്ക്, അത് ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന പിശാച് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പദങ്ങളും സംഗീതവും ഉൾപ്പെടുത്താറുണ്ട്. രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? ഇത് ജാഗ്രത ചെയ്യണം. കുട്ടികളിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടെങ്കിൽ പരിശോധിക്കണം. ലഹരി പദാർത്ഥങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. യൂറോപ്പിൽ നിന്നാണ് വരുന്നത്. യൂറോപ്പിൽ അവർക്കും വരും. ചിലപ്പോൾ അത് യജൂജ് മാജൂജായിട്ട് വരും, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വിഭാഗം അവൻ്റെ സന്ദേശവുമായിട്ട് വരും. നല്ല നിൽക്കുന്ന ആ ഒരു വിഭാഗമാണ് യജൂജ് മാജൂജ്. അപ്പോൾ ലൂസിഫറിനെ സാത്താനെ ആരാധിച്ചിരുന്നവർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ നിന്നാണ് വന്നത്. കേരളത്തിലും അതിൻ്റെ പേര് പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ജിന്നുകളിലേക്ക് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരുന്നു. പ്രബലമായ അഭിപ്രായ പ്രകാരം ജിന്നുകളിൽ പ്രവാചകന്മാർ ഇല്ല. മനുഷ്യരിലാണ് അല്ലാഹു പ്രവാചകന്മാരെ കൊടുത്തിട്ടുള്ളത്. മനുഷ്യവർഗത്തിൽ നിന്നാണ് പ്രവാചകന്മാർ. ഒരു നബിയും ജിന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ എങ്ങനെ പറയാം? മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട മനുഷ്യപ്രവാചകന്മാരായ ഇൻസിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ജിന്നുകൾ, ഇവരെന്ത് ചെയ്യും? പ്രബോധനം ചെയ്യും, ദീനി പ്രബോധനം ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ പ്രവാചകന്മാർ ജിന്നുകളിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ എങ്ങനെ പറയാൻ പറ്റില്ല? അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് ജിന്നിയിലേക്കും പ്രവാചകരെ അയച്ചിട്ടുണ്ട് എന്ന് പറയാനില്ല. ജിന്നിയിലേക്ക് പ്രവാചകന്മാർ ഇല്ല. എല്ലാ നബിമാരും അവരുടെ ഖൗമിലേക്ക്, അവരുടെ സമുദായത്തിലേക്ക് മാത്രം അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ തന്നെ മനുഷ്യരിലേക്ക് മാത്രം. ആരൊഴികെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊഴികെ നബിത്തങ്ങൾ മാത്രമാണ് ജിന്നിലേക്കും ഇൻസിലേക്കും അയക്കപ്പെട്ട പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും ഇൻസിലേക്ക് മാത്രം, മനുഷ്യരിലേക്ക് മാത്രം അയക്കപ്പെട്ടത്. അത് തന്നെ ഏതെങ്കിലും ഒരു കാലത്തേക്ക്. പക്ഷെ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. ജിന്നുകളും കൊടുത്തിരുന്നു, ശൈത്താനിനെയും സുലൈമാൻ നബി സ്വല്ലല്ലാഹു കൊടുത്തിരുന്നു. അമിനൽ ജിന്നി മയ്യ വമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബി. തൻ്റെ കൺമുമ്പിൽ ജിന്നുകൾ പണിയെടുക്കുന്നു. ആ ജിന്നുകൾ പണിയെടുത്ത പല കൊട്ടാരങ്ങൾ. ജിന്നുകൾ ഒമാനിലെ ഒരു ഗ്രാമമുണ്ട്. അവിടെ തനൂഫ് എന്നാണ് ഗ്രാമത്തിൻ്റെ തനൂഫ്. അവിടെ ജിന്നുകൾ മീറ്റിംഗ് കൂടുന്ന ഒരു ഗ്രാമമാണ് തനൂഫ്, ഒമാൻ. എന്നിട്ടുണ്ടാവും. തനൂഫ് എന്നാണ് ജിന്നുകൾ മീറ്റിംഗ് കൂടും. അവിടെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. നമ്മൾ ഹൈന്ദവർ പറഞ്ഞ പോലെ ഈ ശിവരാത്രി, അത് ഫുൾ മൊത്തം ചന്ദ്രൻ കാണാത്ത രാത്രി ഉണ്ടാകും, ചന്ദ്രൻ ഉദിക്കാതെ രാത്രി. അന്നല്ല, പൂർണ്ണ ചന്ദ്രനുള്ള സമയത്താണ് ജിന്നുകൾ അവിടെ മീറ്റിംഗ് കൂടുക. അപ്പോൾ അപശബ്ദങ്ങളൊക്കെ കേൾക്കും. അവിടെ എന്തില്ല? ആ ഗ്രാമത്ത് മനുഷ്യവാസമില്ല. ആ ഗ്രാമങ്ങളിൽ മനുഷ്യവാസമില്ല. ചില ശബ്ദങ്ങൾ ഉണ്ടാകും, കേൾക്കും. ജിന്നുകൾ നിർമ്മിച്ചതായ, കുറേ കൊല്ലം മുമ്പായിരിക്കാം, ജിന്നുകൾ നിർമ്മിച്ചതായ പല കെട്ടിടങ്ങൾ അവശിഷ്ടം അവിടെയുണ്ട്. അവർ കൈകൊണ്ട് തരുന്നത് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തരുന്നത്. ഒരു ഏർവാടിയിൽ ജിന്ന് നിർമ്മിച്ച പള്ളിയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ജിന്ന് നിർമ്മിച്ചാൽ അത് ജിന്ന് നിർമ്മിച്ച പള്ളിയാണ്. ഏർവാടിയിലുള്ള പള്ളി ജിന്ന് നിർമ്മിച്ച പള്ളിയാണ്. അവർക്ക് പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഒരു ദിവസമാണ് പറ്റുന്നില്ല. ജിന്ന് ഉപയോഗിച്ച് കൊള്ളതൊക്കെ പറയും, അവർക്ക് ചെയ്യാം. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ ഇവരെന്താകും? പണിയെടുക്കും. സുലൈമാൻ നബി വസ്ലാം ഇല്ലെങ്കിൽ സുലൈമാൻ നബി വസ്ലാം ഇവരെ കരിച്ചു കളയും. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റിലാണ് സഞ്ചരിക്കുക. എല്ലാ സാധനവും യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ലോകം മൊത്തം ഭരിച്ചാലല്ല, പോകുമ്പോൾ തൻ്റെ എല്ലാം ഭക്ഷണവും മറ്റു സാധനമൊക്കെ വെക്കും. ആൾക്കാർ സൈന്യത്തെ വെക്കും. എന്നിട്ട് കാറ്റിനോട് പോകാൻ പറയും. കാറ്റെന്താകും? എന്നെ എടുത്തിട്ട് കൊണ്ട് പോകും. സ്പീഡിൽ പോകണമെങ്കിൽ
സ്പീഡ് കാട്ടിയിട്ടുണ്ടാവും. സാവധാനത്തിൽ നല്ല ഫുള്ള് നാടെല്ലാം കണ്ടിട്ട് പോകണമെങ്കിൽ അങ്ങനെ വല്ല പോകും. അതായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം. അപ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാം പിന്നെ ജിന്നുകൾക്കും ശൈത്താനിക്കും ഭയങ്കര പേടിയാണ്. അടുക്കല ശൈത്താൻ നല്ലവരുണ്ടാകും, പൊട്ട് ശൈത്താനുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യൂല, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് അടുക്കുകയില്ല, പേടിയാണ്. പക്ഷെ സുലൈമാൻ അലൈഹി ഇസ്ലാം വഫാത്തായിട്ടും ഈ ജിന്നുകൾ ആ മയ്യത്തിനെ പേടിച്ചിട്ട് ഒരു കൊല്ലം പണിയെടുത്തതാണ്. മയ്യത്തിനെ പേടിച്ചിട്ട് ഒരു കൊല്ലം പണിയെടുത്തു. സുലൈമാൻ അലൈഹി ഇസ്ലാം മരിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് മരിച്ച വിവരം ജിന്നുകൾക്ക് അറിയുന്നത്. സാധാരണ സുലൈമാൻ അലൈഹി ഇസ്ലാം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകും. അസ്ർ നിസ്കാരമാണ് സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത നിസ്കാരം. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോകും. നിസ്കരിച്ച് കുറേ സമയം ഇങ്ങനെ നിസ്കാരത്തിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ സുലൈമാൻ അലൈഹി സ്വലാം ആ മരിച്ച ആ നിസ്കാരത്തിൽ തൻ്റെ വടിയുണ്ട്, ആ വടി ഇങ്ങനെ കുത്തുന്ന വടി, അത് വെച്ചിട്ടാണ് സുലൈമാൻ അലൈഹി സ്വലാം നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിൽ സുലൈമാൻ അലൈഹി സ്വലാം വഫാത്തായി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് പിന്നെ ചിതൽ വന്ന് ഈ വടി എന്തായി തിന്നിട്ട് വടി ഒടിഞ്ഞു വീണു. അപ്പോൾ ജിന്നുകൾക്ക് എന്ന് മനസ്സിലായി സുലൈമാൻ അലൈഹി സ്വലാം വഫാത്തായിട്ടുണ്ട് എന്ന് മനസ്സിലായി. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته. സുലൈമാൻ അലൈഹി ആ വടി തിന്നിട്ട് എന്തായി, അങ്ങനെയാണ് ജിന്നുകൾക്ക് വേണ്ടിയിട്ടാണ് ജിന്നുകൾക്ക് മനസ്സിലായത്. സുലൈമാൻ അലൈഹി വഫാത്തായിട്ട് കൊല്ലം കഴിഞ്ഞു. അപ്പോഴും ഇവരെന്താകുന്നുണ്ട്, പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. സുലൈമാൻ അലൈഹി പഠിച്ചു ഈ വഫാത്തായത് അറിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തത്. സുലൈമാൻ അലൈഹി സിഹിറിൻ്റെ കുറേ ബുക്കുകളുണ്ടായിരുന്നു. സിഹിറിൻ്റെ ബുക്കുകളൊക്കെ അതൊക്കെ സുലൈമാൻ അലൈഹി തന്റെ സിംഹാസനത്തിൻ്റെ താഴെ കുഴിച്ചു വെച്ചിരുന്നു. സുലൈമാൻ അലൈഹി വഫാത്തായതിനു ശേഷം സുലൈമാൻ നബിക്ക് രാവിലെ കൊട്ടാരത്തിൽ രാവിലെ സബൂറും തൗറാത്തും വായിക്കാൻ 5000 പണ്ഡിതന്മാരുണ്ടായിരുന്നു. വേദങ്ങൾ വായിക്കാനുള്ള 5000, ഖുർആനിലെ ഓതുന്ന പോലെ 5000 പണ്ഡിതന്മാർ രാവിലെ, 5000 പണ്ഡിതന്മാർ രാത്രി. അങ്ങനെ സബൂർ ഗ്രീക്കോ ഗ്രീക്കാണ്, അറബി ഖുർആനാണ്. ഇഞ്ചീൽ സുറിയാനി ഭാഷ, ഹിബ്രു ഭാഷയാണ്. ഹിബ്രുണ്ട്, ഗ്രീക്കുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഹിബ്രു ഭാഷയാണ്. സബൂർ പാട്ടാണ്. ദാവൂദ് നബി ഇസ്ലാമിനെ അല്ലാഹു കൊടുത്ത പാട്ടാണ്. ദാവൂദ് നബി ഭയങ്കര പാട്ടുകാരനായിരുന്നു, അതുകൊണ്ട് പാട്ടാണ് കൊടുത്തത്. സങ്കീർത്തനം എന്ന് പറയും. ഇന്നത് ബൈബിളിലുണ്ട്, ദാവീദിൻ്റെ സങ്കീർത്തനം. ഇത് എന്താകും, ഓതും. രാവിലെ 5000 പണ്ഡിതന്മാർ, വൈകുന്നേരം 5000 പണ്ഡിതന്മാർ. സുലൈമാൻ നബി വഫാത്തായതിനു ശേഷം എല്ലാവരും കൊന്നു, ഈ പണ്ഡിതന്മാരൊക്കെ കൊന്നു. പിന്നെ തൻ്റെ സിംഹാസനത്തിനടിയിലുള്ള ഈ സിഹിറിൻ്റെ ബുക്ക് പുറത്തെടുത്തു. അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബിൽ ഹാറൂത വമാറൂത്. പിന്നെ സുലൈമാൻ നബി വഫാത്തായതിനു ശേഷം ഇവരെന്ത് പിന്തുടരാൻ തുടങ്ങി, അവിടെ സബൂറും തൗറാത്തൊക്കെ വലിച്ചെറിഞ്ഞ് ശൈത്താൻ ഇവർക്ക് ഓതിക്കൊടുത്തതായ സിഹിറിൻ്റെ ബുക്ക് ഇവരെന്താകാൻ തുടങ്ങി, പിന്തുടരാൻ വേണ്ടി തുടങ്ങി. പിന്നെ അവരെന്തായി അങ്ങോട്ട് പിഴച്ചു. പിന്നെ സിഹിറാണ്. പിന്നെ വിശ്വാസത്തെ മാത്രമുള്ള അടുക്കലേക്ക് ഇവർ തർക്കിക്കാൻ വേണ്ടി സിഹിറിൻ്റെ ബുക്കുമായിട്ട് നബിൻ്റെ അടുക്കലേക്ക് പിന്നീട് വരുന്നുണ്ട്. പിന്നീട് സിഹിറിൻ്റെ ബുക്കുമായിട്ട് വിശ്വാസത്തിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നെ പറയാം. സുലൈമാൻ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ് സിഹിർ ശരിക്കും. അള്ളാഹു ഏതൊരു ഇൽമും അള്ളാഹുവിൽ നിന്നാണ്. പിൽക്കാലത്ത് എന്താവുകയാണ്, മോശപ്പെടുകയാണ്. ഏതൊരു ഇൽമും അള്ളാഹുവിൽ നിന്നാണ്, പിൽക്കാലത്ത് എന്താകുന്നത് മോശപ്പെടും. അപ്പോൾ അവർ തോന്നിവാസത്തിലേക്ക് മാത്രമായിട്ട് അത് ഉപയോഗിക്കും. മനസ്സിലായില്ല? ഏതൊരു ഇൽമും ആരിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ്. ഇദ്രീസ് നബിക്കാണ് എല്ലാ ഇൽമും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത്. ഇദ്രീസ് നബി ആദ്യത്തെ മുദരിസായിരുന്നു. അങ്ങനെയാണ് ഇദ്രീസ് എന്ന പേര് വരുന്നത്. മുദരിസായിരുന്നു ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം. ആദം നബി ഇസ്ലാമിന് ശേഷം, ആദം നബി ഇസ്ലാമിലേക്ക് ശേഷം, ആദം നബിക്ക് ശേഷം ശീസ് നബി മകൻ, പിന്നെ ഇദ്രീസ് നബി. അപ്പോൾ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമാണ് ആദ്യത്തെ മുദരിസും പേന കൊണ്ട് എഴുതിയ പ്രവാചകനും ഇദ്രീസ് നബിയാണ്. പിന്നെ സ്വർഗത്തിലേക്ക്
കയറിപ്പോയതാണ് ഇദ്രീസ് അലൈഹി ഇസ്ലാം. ഇദ്രീസ് നബിക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു? സിഹിർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു അള്ളാഹു. ഈ സിഹിറാണ് പിൽക്കാലത്ത് ഉണ്ടായത്, രസിച്ചത്. ഈ സിഹിറാണ് പിൽക്കാലത്ത് ആഭിചാരമായതും അതുപോലെ മാരണം, കൂടോത്രമൊക്കെ ആയിട്ട് ശൈത്താനീയത്തിൻ്റെ രീതിയിലേക്ക് വന്നത് ഈ സിഹിറാണ്. അത് യഥാർത്ഥത്തിൽ അത് ആളുകളെ ചികിത്സിക്കാനും ഒക്കെ ആയിട്ട് അള്ളാഹു ഇറക്കി കൊടുത്ത ആ ഒരു വിജ്ഞാനം പിന്നീട് എന്തായി ആളുകളെ ഉപദ്രവിക്കാനും പിശാചിനെ കീഴടക്കാനും തോന്നിവാസത്തിലേക്കൊക്കെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായിരുന്നു പഠിക്കുവാൻ നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തുവാണ് തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.